ഇന്നുണ്ടല്ലോ നല്ല ഈസി ആയിട്ട് ഹോട്ടൽ സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് രുചിയോടുകൂടിയുള്ള മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ മന്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കനൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ മന്തി ഉണ്ടാക്കാൻ പറ്റിയ പാത്രത്തിൽ നിറക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ഒരു ക്യാപ്സിക്കോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 മാഗി ക്യൂബ്, ഒരു ഉണങ്ങിയ നാരങ്ങ, പട്ട, കരാമ്പ് ഇട്ട് കൊടുക്കുക, ഏലക്ക, പിന്നെ മന്തി മസാല, കുരുമുളക്, മല്ലി, ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ, എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കളർ പൊടി ചേർക്കാം, അപ്പോൾ ഫുഡ് കളർ. അപ്പം ഞാൻ ഇത്തിരി ചേർത്തിട്ടുണ്ട്. അപ്പം കൈകൊണ്ട് നല്ലോണം തിരുമ്മി ഇതാക്കിയിട്ട് അത് ഒരു 1 അവർ നമുക്ക് മൂടി വെക്കാം, നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബസുമതി റൈസ് ഉണ്ടല്ലോ, ബസുമതി റൈസ് എടുത്തിട്ട്, ചെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് ഒരു 1/4 മണി നേരം പുതർത്തി വെക്കാം. ആ പുതർന്ന നേരം കൊണ്ട് നമുക്ക് തിളക്കാൻ, ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ട സ്പൈസി ഒക്കെ ഇട്ട് കൊടുക്കുക. ഒരു മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയം നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾക്ക് വേണ്ട ഈ ചിക്കൻ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ചാൽ അത് നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളം തെളിച്ച് വന്ന സമയത്ത് അരി നമ്മൾക്ക് പുതർത്തി വെച്ച അരിയിട്ട് നന്നായിട്ട് വേകട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ മന്തിൻ്റെ ചിക്കനൊക്കെ റെഡി ആയിട്ട്, അപ്പോൾ അതിൽ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടല്ലോ, അത് ഓൾറെഡി ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ റൈസൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഞാനില്ല ഈ ചിക്കൻ ഒന്ന് കുറച്ച് ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷനാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ വെച്ച് ഇനി ഈ നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചുറ്റും ഈ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. എപ്പോഴും വളരെ ഇനി അടുത്ത ഈസി ആയിട്ടുള്ള മന്തി റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് 4 പച്ചമുളക് എടുത്ത് കുത്തി വെക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിൽ വന്നിട്ട് ഇത് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് മൂടി വെക്കുക. ഗീയാണ് ഇടേണ്ടത്. അപ്പോൾ എനിക്കതൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ അത് നന്നായിട്ട് സ്മോക്കിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അടിപൊളി സ്മെല്ലോട് കൂടിയുള്ള നമ്മൾ മന്തി റെഡിയായി ഗൈസ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ഐറ്റംസ് വെച്ച്. അപ്പോൾ ഇതിന് വേണ്ട മയോണൈസ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ശരിക്കും പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് വേഗം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ ഇരിക്കണം. ബൈ.